നമസ്കാരം. ഡിവൈൻ ഡിവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇനി പഞ്ചമിതിഥി അപ്ഡേറ്റ് പറയാം. വരുന്നത് വളർപ്പിറ പഞ്ചമി. ഡിസംബർ മാസം 24-ാം തീയതി ബുധനാഴ്ചയാണ് പഞ്ചമിതിഥി വരുന്നത്. ഡിസംബർ 23 ചൊവ്വാഴ്ച രാത്രി 7 മണിയോടുകൂടി പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേര് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. മുന്നേ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എങ്ങനെ പേര് കൊടുക്കണം എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം. എന്നാൽ നമ്മുടെ ചാനലിലേക്ക് പുതുതായി വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചേരണച്ചാൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. എല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകൾ കൊടുക്കണം വെച്ചാൽ പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം ഇവ എഴുതിയിട്ടോളുക. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചോളുക. ഇന്നത്തെ പതിവ് എന്താ വെച്ചാല് ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ്, അതായത് ഒത്തിരി പേര് ചോദിച്ചിരുന്ന ഒരു പതിവാണ്. ഞങ്ങളുടെ വീട്ടില് ഒരു നല്ല കാര്യവും കൊണ്ടാടാനേ പറ്റുന്നില്ല. ഇപ്പോ എൻ്റെ പെണ്ണിരിക്കുന്നുണ്ട്, എൻ്റെ മോൾക്ക് കല്യാണം ആവുന്നില്ല, അല്ല എൻ്റെ മോന് കല്യാണം ആവുന്നില്ല, വിവാഹം നടക്കണം, അത് നന്നായിട്ട് കൊണ്ടാടണം, ഒരു ഫംഗ്ഷൻ വയ്ക്കണം, അങ്ങനെയൊക്കെ ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരി നാളായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തവർക്ക്, ഒത്തിരി നാളായിട്ടും വെയിറ്റ് ചെയ്തിട്ടേ ഇരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഇരിക്കുന്നവര് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ വരാഹി അമ്മനക്ക് മുന്നേ ചെയ്യുന്ന വഴിപാടായിരുന്നാലും ഈ ഒരു വഴിപാട് ചെയ്യുമ്പോൾ എല്ലാ ദൈവങ്ങളും കീഴെ ഇറങ്ങി വന്ന് നമുക്ക് ആശീർവാദം തരും. അതൊരു ഐതിഹ്യമായിട്ട് കൊണ്ടുവരുന്നതാണ്. സോ ഇത് വന്നിട്ട് ചെയ്യേണ്ട ദിവസം എന്നത് പഞ്ചമി, അഷ്ടമി, നവമി എന്നീ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ ദിവസങ്ങളിലൊന്നും പറ്റാത്തവര് നിങ്ങൾ ഈ വീഡിയോ എന്ന് കാണുന്നുവോ അന്ന് ചെയ്തോളുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവം, അത് വരാഹിയമ്മനായാലും ശരി, പ്രത്യങ്കരാദേവി ആയാലും ശരി, ആരായാലും ശരി, നിങ്ങൾ വന്നിട്ട് എന്താ ചെയ്യുക, നിങ്ങൾ അമ്മനിക്കന്നെ ഒരു വഴിപാട് ചെയ്യുക. പൂജ അറയിൽ അമ്മനിക്കന്നെ ഒരു ദീപം വയ്ക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ഇത് ചെയ്തോളുക. വരാഹി അമ്മനിക്കെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഇഷ്ടദൈവത്തിനെ കൂടെ നിങ്ങൾ സ്മരിച്ചിട്ട് ചെയ്യുമ്പോൾ എല്ലാ ദൈവത്തിന്റെ ആശീർവാദവും നിങ്ങൾക്ക് വന്നു ചേരും. സോ ഈ പതിവ് വന്നിട്ട് നിങ്ങൾ ഏത് കാരണം കൊണ്ടും മിസ് ചെയ്യാതെ ചെയ്തോളുക. നിങ്ങൾ വരാഹി അമ്മനക്ക് വഴിപാട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന ചില സിമ്പിളായ കാര്യങ്ങൾ ചെയ്തോളുക. ഇതിന് വന്നിട്ട് യാതൊരുവിധ റൂൾസോ റെസ്ട്രിക്ഷൻസോ ഒന്നുമേ ഇല്ല. സോ ഈ വഴിപാട് ചെയ്യുന്നവർ ഇപ്പോൾ പീരീഡ്സ് ടൈം ആയിരുന്നാലും ചെയ്യാം, എന്ത് കഴിച്ചിരുന്നാലും, നോൺ വെജോ വെജോ അതൊന്നും ഒരു വിഷയമേ അല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുലവാലായ്മ ഉള്ളവർക്കും ചെയ്യാവുന്നതാണ്. സോ ആർക്ക് വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾ ചെയ്തോളുക. ഈ വഴിപാട് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള ഒരു പൊരുൾ എന്താ വെച്ചാല്, നിങ്ങളുടെ വീടിന്റെ പക്കത്തോ ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെയോ ഇപ്പോ വാഴ വെച്ചിരിക്കുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വഴിപാട് ചെയ്യാൻ മിസ് ചെയ്യാനേ പാടില്ല. തീർച്ചയായും ചെയ്തോളുക. കാരണം ഇത് വാഴയ്ക്ക് വഴിപാട് ചെയ്യുന്ന ഒരു മുറയാണ്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് വാഴയ്ക്ക് ചെയ്തോളുക വഴിപാട്. അതല്ല വെച്ചാല് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ അടുത്ത വീട്ടിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ അടുത്ത വീട്ടിൽ അവരോട് റിക്വസ്റ്റ് ചെയ്ത് കുറച്ച് സമയം ചോദിച്ച് അവിടെ ചെയ്തോളുക. ശരിയാ? വലുതായിട്ടൊന്നുമില്ല, മഞ്ഞളും കുങ്കുമവും ആ വാഴയ്ക്ക് പൂശി, അതായത് ചെറിയൊരു വാഴ എടുത്താൽ മതി, അതിന് പൂശിയിട്ട് വേർ പകുതി ഇപ്പൊ കാലിന്റെ താഴ്ന്നു തൊട്ട് കുറച്ച് മേലെ വരെ പൂശിയിട്ട് കുറച്ച് പൂവൊക്കെ വെച്ച് അലങ്കരിക്കുക. എന്നതിന് ശേഷം ഒരു ഇടിഞ്ഞില് മൺചിരാതില് നിങ്ങൾ എന്താ ചെയ്യുക, ഒരു നെയ്യൊഴിച്ച് തിരിയിട്ട് ദീപം വെച്ചോളുക. ഇത് നിങ്ങൾ വെച്ചിട്ട് നന്നായിട്ട് വരാഹിയമ്മനെ പ്രാർത്ഥിച്ചോളുക. വേറൊന്ന്, നിങ്ങൾ തനിയായിട്ട് എനിക്ക് ഇത് ചെയ്തുകൂടും, എനിക്ക് അത് ചെയ്തുകൂടും, എൻ്റെ മോന്റെ കല്യാണം നടത്തിക്കൂടും, എൻ്റെ മോൾക്ക് കുഞ്ഞുങ്ങളുടെ ഭാഗ്യം ഉണ്ടാക്കിക്കൂടും, ഇന്നൊന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അമ്മ അറിഞ്ഞു തന്നോളും. ശരിയാ? എല്ലാ മംഗളകരമായ കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിൽ നടക്കും. എന്ത് തടസ്സം ഉണ്ടെങ്കിലും അതെല്ലാം എടുത്തെറിഞ്ഞ്, മീൻസ് പാറ വെട്ടി നിന്നില്ലേ, അതേപോലത്തെ ആവേശത്തിൽ അത് എടുത്തെറിഞ്ഞ് കാര്യങ്ങൾ നടത്തിത്തരും വരാഹിയമ്മൻ.
നിറയെ നല്ല കാര്യങ്ങൾ ഈ വാഴയ്ക്ക് വിളക്ക് വെക്കുന്നതിലൂടെ നടക്കും. മെയിൻലി ഇത് കല്യാണമാകാത്ത ഇപ്പൊ ഒരു പെൺകുട്ടിയോ പയ്യനോ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ധാരാളമായി ചെയ്തോളുക. കൃത്യമായിട്ടും നിങ്ങൾക്കത് നടന്നു കിട്ടും. മാത്രമല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവാനും ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വഴിപാട്. ഇനി എബ്രോഡ് ഇരിക്കുന്നവർ ചോദിക്കും, വിദേശത്തുള്ളവർ, ഞങ്ങൾക്ക് ഇവിടെ വാഴമരം ഒന്നും വാങ്ങാൻ കിട്ടില്ല, വാഴയില്ലാത്ത ഞങ്ങൾ എന്താ ചെയ്യുക എന്ന്. സോ ഈ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരാം. നിങ്ങൾ വാഴ ഇല്ല എന്ന് വെച്ചിട്ട് ഈ പരിപാടി ചെയ്യാതിരിക്കണ്ട. വാഴയില കിട്ടുമല്ലോ, ഏത് രാജ്യത്തായാലും വാഴയില കിട്ടും. വാഴയില വാങ്ങിക്കോളുക. കാരണം വാഴയ്ക്കും ഇലയ്ക്കും എന്ന് അത്രയ്ക്കും ഒരു മഹത്വം ഇരിക്കുന്നുണ്ട്. ഇപ്പോ വാഴയില്ല എന്നുണ്ടെങ്കിൽ, ചെടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇല വാങ്ങി, വിദേശത്തുള്ളവരും ബാക്കി ഫ്ലാറ്റിലൊക്കെ ഇരിക്കുന്നവർക്കൊന്നും വാഴ മരം വെക്കാൻ പറ്റില്ല. സോ നിങ്ങൾ ഇല വാങ്ങിക്കോളുക. ഇല വാങ്ങി വിളക്ക് വെക്കണം. കൂടുതലൊന്നും വേണ്ട, ഒരേ ഒരു വാഴയില മാത്രം മതി. ഒരു ഇല വന്നാലും നിങ്ങൾ ഒത്തിരി നീളത്തിനൊന്നും വാങ്ങണ്ട, ഒരു ലിമിറ്റിന് ഒരു ചെറിയ ഇല മതി. ശരിയാ? അതില് ഒരു ചെറിയ പാർട്ടായിട്ട്, ഒരു ചതുരത്തിന് ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്തെടുത്തോളുക. ഒരു ഇടിഞ്ഞലില് വിളക്ക് വെക്കുന്നതിന് അളവായിട്ട് ഇരുന്നാ മതി കേട്ടോ. കാരണം പച്ച വാഴയിലയിൽ വിളക്ക് വെക്കുക എന്നത് അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു വരാഹി വഴിപാട്. നിങ്ങൾ ഇടിഞ്ഞലില് കുറച്ച് നെയ്യൊഴിച്ച് തിരിയിട്ട് ഒരു ദീപം ഈ വാഴയിലയിൽ വെച്ചോളുക. ഇനി എവിടെ വയ്ക്കണമെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ അമേദിയായിട്ട് എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് അവിടെ ഇരുന്ന് വെച്ചോളുക. അതെല്ലാം പീരീഡ്സ് ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ പൂജയറയിലും വെക്കാവുന്നതാണ്. ശരിയാ? എന്നതിന് ശേഷം ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം വന്നിട്ട് നിങ്ങൾ 21 ടൈംസ് ചൊല്ലണം. ശരിയാ? ഈ മന്ത്രം ചൊല്ലിയിട്ട് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടക്കും. നിങ്ങൾ നെയ്ദീപവും വെച്ച് 21 തവണ ഈ മന്ത്രവും ചൊല്ലുക. ഇനി മന്ത്രം എങ്ങനെ ചൊല്ലണമെന്ന് ഞാൻ പറയാം, നോക്കിക്കോളൂ. അഹം ഭവി രുദ്രനാമ പകലാമുഖി നമോസ്തുതേ. അഹം ഭവി രുദ്രനാമ പകലാമുഖി നമോസ്തുതേ. അഹം ഭവി രുദ്രനാമ പകലാമുഖി നമോസ്തുതേ. ഇത് വന്നിട്ട് ഒത്തിരി ഈസിയായ ഒരു മന്ത്രം, വരാഹി അമ്മനോടെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രം. നിറയെ കാര്യസിദ്ധികള്, നിറയെ മംഗളകാര്യങ്ങള് നമ്മൾ ചോദിക്കുന്ന പരിധി നടത്തി കൊടുക്കും ഈ മഹാമന്ത്രം. അത്രയ്ക്കും ഒരു ശക്തി ഇരിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് വിഷയം നടക്കണോ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇന്നെന്നല്ല, എന്നായാലും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ പീരീഡ്സ് ആയിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് സ്വാമിയറയിൽ പോകാതെ നിങ്ങളുടെ വീട്ടിന്റെ ഏതെങ്കിലും ഒരു മുറിയിൽ, ഇപ്പൊ അത് കിഴക്ക് പക്കമായാലും ശരി, അതല്ല വടക്ക് പക്കമോ കൂടെ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. വാഴയില വെച്ച് ദീപം വെച്ച് ഈ മന്ത്രത്തെ നിങ്ങൾ സാധാരണമായി ചൊല്ലിക്കൊള്ളുക. വേറൊന്ന് നെയ്യ് തന്നെ ഒഴിച്ച് ദീപം പൂടിക്കൊള്ളുക. ശരിയാ? പിന്നെ നിങ്ങൾക്ക് കോവിലിൽ പോയും ഇത് വെച്ച് ചെയ്യാവുന്നതാണ്, ഒന്നും പ്രശ്നമില്ല. ഇപ്പൊ നിങ്ങൾക്ക് വീട്ടുപക്കത്തിൽ വരാഹിയമ്മൻ കോവിലില്ല എങ്കിൽ നിങ്ങളുടെ വീട്ടുപക്കത്തിലിരിക്കുന്ന ഏത് കോവിലാണോ അവിടെ പോയി അമ്മയെ സ്മരിച്ച്, നിങ്ങളുടെ ഇഷ്ടദൈവത്തിനെ സ്മരിച്ച് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. കാരണം ഇത് ചെയ്യുന്നതിലൂടെ എല്ലാ ദൈവങ്ങളുടെ ആശീർവാദവും നമുക്ക് കിട്ടുന്നതാണ്. സത്യം പറഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ഒരു ലക്ക് ഇരുന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനേ ദൈവങ്ങൾ നമ്മളെ വിടത്തുള്ളൂ. ശരിയാ? അതുകൊണ്ട് കിട്ടുന്ന അവസരം നിങ്ങൾ പാഴാക്കാതിരിക്കുക. ഇനി ഒരു വിഷയം നിങ്ങളോട് പറയാനുള്ളത്, നിറയെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓലച്ചുവടി അപ്പോയിൻമെന്റ്. ഇപ്പോൾ ഞാൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകമൊന്നും വേണ്ട, പേര്, നക്ഷത്രം, രാശി അറിയെങ്കിൽ രാശി, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം, കൂടെ നിങ്ങളുടെ റീസെൻ്റ്ലി ഉള്ള ഒരു ഫോട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ അപ്പോയിൻമെന്റ് വാങ്ങിക്കൊള്ളുക. സോ ഫോളോ ചെയ്തോളുക. വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വോയിസ് മെസ്സേജ് ആയിട്ട് ചെയ്തോളുക അപ്പോയിൻമെന്റിനായിട്ട്. ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.